കണ്ടിരിക്കുന്നവരല്ല യഥാർത്ഥ കോൺഗ്രസുകാർ എന്നൊരു പ്രസ്താവന നടത്തിയ ശേഷമാണ് വി.ഡി. സതീഷിനെതിരായ ആക്രമണം തുടങ്ങിയത് എന്ന് കാണാം. സൈബർ പോരാളികളുടെ ആത്മാഭിമാനത്തിനേറ്റ ക്ഷതമായിരുന്നു അത്. യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച ചിത്രം പുറത്തു വന്ന ദിവസമാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ കഴിച്ചത് എന്ന യാദൃച്ഛികതയും തിരിച്ചടിക്ക് ആക്കം കൂട്ടി. സുജിത്തിന് മോതിരം ഊരി നൽകി കെ.സി. വേണുഗോപാലും മാല നൽകി കെ.പി.സി.സി അധ്യക്ഷനും കൂടെ നിന്നപ്പോൾ പ്രതിപക്ഷ നേതാവിന് ചെരിപ്പേറിന് തുല്യമായ ആക്രമണമാണ് നേരിടേണ്ടി വന്നത്. കെ. സുധാകരൻ കെ.പി.സി.സി അധ്യക്ഷനായിരുന്ന കാലത്ത് കോൺഗ്രസിലെല്ലാം വി.ഡി. സതീശനായിരുന്നു. ഇപ്പോൾ 4 വഴിക്ക് എന്നതുപോലെ 4 അധികാര കേന്ദ്രങ്ങൾ വ്യക്തമായും കാണാം. പഴയ പ്രതാപമില്ലാതെ വി.ഡി. സതീശൻ, പഴയ പ്രതാപത്തിലേക്ക് മടങ്ങി വരുന്ന രമേശ് ചെന്നിത്തല, കേരളത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ, എല്ലാ വിഷയത്തിലും തന്മയത്വത്തോടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ്. എ.ഐ എന്ന് തിരിഞ്ഞു നിന്നിരുന്ന ഗ്രൂപ്പുകൾ ഇപ്പോൾ പഴയ എ ഗ്രൂപ്പ് എന്നും ഐ ഗ്രൂപ്പ് എന്നും പറയാൻ പോലും കഴിയാത്തത്ര വിദൂരതയിലാണ്. വിവാദങ്ങൾക്ക് മുമ്പ് എ ഗ്രൂപ്പ് ഷാഫിക്കും രാഹുൽ മാങ്കൂട്ടത്തിനും ഒപ്പമായിരുന്നു എന്ന തോന്നലായിരുന്നു. പിന്നീട് പി.സി. വിഷ്ണുനാഥ് ഇറങ്ങിക്കളിച്ച് കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിച്ചു. എ ഗ്രൂപ്പിന്റെ മാനേജർ എന്ന് അറിയപ്പെട്ടിരുന്ന ബെന്നി ബെഹനാനും കെ.സി. ജോസഫുമൊക്കെ ഇപ്പോഴും ദീർഘമൗനത്തിലാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്വന്തം ഗ്രൂപ്പ് കണ്ടെത്താനുള്ള ശ്രമത്തിലുമാണ്.